ഹലോ. അപ്പോൾ നമ്മളിന്ന് മൂവി കാണാൻ വേണ്ടിയിട്ട് ലാഡറിലേക്ക് പോവാണ്. അപ്പം ഞാനും ഉണ്ണിയും ആണ് സാധാരണ സിനിമ കാണാൻ പോവുക. ഇന്ന് ഞങ്ങളല്ലാണ്ട് വേറൊരാളും കൂടി ഉണ്ട്. വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഒരു ഐഡിയ തോന്നി. അപ്പോൾ ഞങ്ങൾ കാണാൻ പോണ സിനിമ ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമയാണ്. അത് വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ മൂന്നാമത്തെ ഒരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അമ്മയാണ്. അമ്മയ്ക്കാണ് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു നമുക്കൊരു സിനിമ പോയി കാണാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാഡർ എത്തി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് അരമണിക്കൂർ മുമ്പ് പോയി അവിടെ പോസ്റ്റ് ആവണം. ഒറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പതുക്കെ പോവുകയാണ്. സാധാരണ സിനിമയ്ക്ക് പോകുമ്പോൾ 5 മിനിറ്റ് മുമ്പോ 2 മിനിറ്റ് മുമ്പോ കയറണം ഞങ്ങളാണ് അരമണിക്കൂർ മുമ്പ് വന്ന് പോസ്റ്റ് ആയിരിക്കണം. പിന്നെ ഉള്ളിൽ പോയി ടിക്കറ്റ് എടുക്കണ്ടേ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ തന്നെ പറഞ്ഞത് എന്താ ഒറ്റ മനുഷ്യനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ജസ്റ്റ് വാഷ്റൂമിൽ പോയി നമ്മൾ സ്ഥിരം മിറർ സെൽഫി. അത് കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് പോപ്കോൺ വേണം പറഞ്ഞിട്ട് അത് വാങ്ങി. പിന്നെ എത്ര നോക്കിയിട്ട് സമയം പോണില്ല. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് പോപ്കോണും കോഫിയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ടൈമായി. അപ്പോൾ ഗോട്ട് മൂവി കാണാനാണ് വന്നത് വിജയിൻ്റെ. ഞങ്ങൾ മൂവി കാണാൻ വേണ്ടി പോയി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ പോയി കയറിയിരുന്നതുകൊണ്ട് ഇപ്പോൾ സീറ്റൊന്നും ഫില്ലല്ല. എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. സീറ്റ് എവിടെ നോക്കി നടക്കണം എന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഫൈനലി സീറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് സിനിമ തുടങ്ങണ വരെ സെൽഫിയും പിന്നെ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിരുന്നു. പിന്നെ സിനിമ തുടങ്ങി. ഒരു ട്വിസ്റ്റോടെയാണ് സിനിമ തുടങ്ങിയത്. ഏകദേശം തമിഴ് ഇൻഡസ്ട്രിയിൽ നമ്മൾ കണ്ടുപരിചയമുള്ള പഴയ മുഖങ്ങളൊക്കെ പിന്നെയും വരുന്നതായിട്ട് തോന്നി. നല്ല കൂക്കലും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലായി. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ഐസ്ക്രീം വേണം പറഞ്ഞു ഉണ്ണിക്ക്. അപ്പോൾ ഐസ്ക്രീമൊക്കെ ഞങ്ങൾ വാങ്ങി പിന്നെയും തിരിച്ചു വന്നു. ഈ ഒരു ആളെ ഞാൻ ഈ പാട്ടിൽ പ്രതീക്ഷിച്ചതേ ഇല്ല. പക്ഷേ ഗസ്റ്റ് അപ്പിയറൻസ് ആണ് ആ പാട്ടിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ബസ്സിൽ കയറി പോവുകയാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, വലിയ ഇതൊന്നുമില്ല. ഹിറ്റ് സോങ് ഒന്നും വലിയ രീതിയിലൊന്നുമില്ല. പിന്നെ ബസ്സിൽ കയറിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ആരാ നോക്കുമ്പോഴാണ് ഒരു ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ. അവൾ അപ്പുറത്തെ സീറ്റിലിരുന്നിട്ട് ഞങ്ങളെ കൈ പിടിച്ച് വലിക്കുകയായിരുന്നു. അപ്പോൾ ആളുടെ മുഖം ഇതുവരെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇതാ നോക്കണു അതിൻ്റെ സൈഡിൽ നിന്ന്. അങ്ങനെ ഞാൻ കളിപ്പിച്ചപ്പോൾ അവൾ ജസ്റ്റ് നന്നായി ചിരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്, വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും വീടെത്തി. പിന്നെ ഞങ്ങൾ പോവാണ്. അപ്പോൾ ശരി, ബായ്.